ചുമക്കുന്ന ഏകകർത്താവീനു സാദരം നാം പാടുമോ. ഹല്ലേലൂയ ഗീതം പാടുവോ. അല്ലലെല്ലാം മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 27-ാം സങ്കീർത്തനം 2-ാം വാക്യം. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ശത്രു ദുഷ്ടമൃഗമെന്ന പോലെ കടിച്ചു കീറുവാൻ വന്നപ്പോൾ അവർ ഇടറി വീണു എന്ന് ദാവീദ് തൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെ ഓർത്ത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ചിലപ്പോൾ ഇടറും, എന്നാൽ വീഴുകയില്ല. എന്നാൽ നമ്മുടെ ശത്രു ഇടറി വീഴും. നമ്മെ എതിർക്കുന്ന, കടിച്ചു കീറുവാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ നമുക്ക് നേരെ വരുമ്പോൾ നമ്മുടെ ആശ്വാസം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, അവൻ നമ്മെ സൂക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ അശക്തരും നാം ശക്തരുമാണ്. ദാവീദിനെ എതിർക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ കർത്താവ് അവരുടെ വഴികളിൽ തടസ്സം സൃഷ്ടിച്ച് അവരുടെ മുന്നേറ്റത്തെ തടഞ്ഞ് ദാവീദിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ദൈവിക നന്മയുടെ ഈ മുൻകാല അനുഭവങ്ങൾ സങ്കീർത്തകൻ ഇവിടെ ഓർക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദാവീദിൻ്റെ വൈരികളെ തകർത്ത ദൈവം നമ്മുടെ ശത്രുക്കളെയും തകർത്ത് കളയുവാൻ ശക്തനാണ്. ഈ ദൈവത്തെ നമുക്ക് പൂർണ്ണമായി ശരണപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ചിറകിൻ നിഴലിൽ അഭയം കണ്ടെത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.